ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ഇതിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ മാക്സിമം പ്രോഫിറ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പ്രോഫിറ്റ് മാക്സിമം ആക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടാകുന്നത്? ഓർഗനൈസേഷൻ്റെ ഗ്രോത്താണ് അവിടെ കാണിക്കുന്നത് അല്ലേ? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് ആയിരിക്കും കാണിക്കുന്നത്. പ്രോഫിറ്റ് ആ ഓർഗനൈസേഷൻ്റെ കൂടുതൽ കാലങ്ങളിലേക്കുള്ള സർവൈവലിനെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇങ്ങനെ പ്രോഫിറ്റ് കൂടുതലാണെന്നറിയുന്ന കമ്പനീസിൽ ഈ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിനും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സഹായിക്കുന്നു. എന്താണ് പ്രോഫിറ്റ് മാക്സിമം ആണെന്നറിയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അടുത്തത് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുക, അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് മീൻസ് മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ദ ലോങ് റൺ. ഏണിംഗ് പെർ ഷെയറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുക, അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഷെയർസ് ഓൺഡ് ഇൻറ്റു കറണ്ട് സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ. എങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെയർസ് ഓൺഡ് ഇൻറ്റു കറണ്ട് സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ. ഇത് കാണുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ലഭിക്കും. അടുത്തത് വാല്യൂ മാക്സിമൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക. വാല്യൂ മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ വാല്യൂ മാക്സിമൈസ് ചെയ്യിക്കുക. ഇത് വെൽത്ത് മാക്സിമൈസേഷനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് സിമിലർ ആണെങ്കിൽ പോലും ഒരു ഓർഗനൈസേഷൻ്റെ ഷെയർസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നതാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നത്. എന്നാൽ വാല്യൂ മാക്സിമൈസേഷനിൽ പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ മാത്രം വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതല്ല, പകരം ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ മുഴുവൻ വാല്യൂവും ഈ വാല്യൂ മാക്സിമൈസേഷനിൽ ഉൾക്കൊള്ളുന്നു. വാല്യൂ മാക്സിമൈസേഷൻ seeks to maximize not only the value of equity shares but also the value of all financial assets.